എല്ലാവർക്കും നമസ്കാരം. ഓണമൊക്കെ അല്ലേ വരുന്നത്. നമുക്കിന്നൊരു കൂട്ടുകറിയുടെ റെസിപ്പി നോക്കാം. കോഴിക്കോടൻ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയത്. നിങ്ങൾ ഇതേപോലെയല്ല ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. ഇനി ഞാൻ ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ മുറിച്ചിട്ട 2 പച്ചക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുറിച്ചിട്ട ചേനയും ഞാൻ ഒരു കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്ത് നമ്മളിതിൽ പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അരപ്പിലും പച്ചമുളക് നല്ലോണം ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഞാനിത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളകും 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 5 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം. കൂട്ടുകറിക്ക് പേസ്റ്റ് പോലെ ഒന്നും അരഞ്ഞ് കിട്ടണ്ട, ഇതേ രീതിയിൽ അരഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ചേനയും കായും ഒക്കെ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കിത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടും. കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ ചേനയും കായും ഒന്നും വെന്തങ്ങ് ഉടഞ്ഞ് പോകണ്ടട്ടോ. അങ്ങനെയാകുമ്പോൾ കൂട്ടുകറി കാണാനൊരു രസം ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ചേനയും കായൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് കടല വേവിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് കടലപ്പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാനിവിടെ തേങ്ങയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചീകി വെച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അതും കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് ചേനയും കായും ഒന്ന് വെന്ത് പോയിട്ടുണ്ട്. എനിക്കൊരു ഫോൺ വന്ന് ഫോണിൽ സംസാരിക്കുമ്പോഴേക്ക് ചേനയും കായും ഒന്ന് വെന്ത് പോയിട്ടുണ്ട്. അതായത് കുഴഞ്ഞ പോലെ തോന്നുന്നത്. ഇത്ര വേവണ്ട കേട്ടോ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട വറവൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5-6 ചെറിയുള്ളി മുറിച്ചിട്ടത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ചുവപ്പ് കളറാകുന്നവരെ. കൂട്ടുകറീൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വറവാണ് കേട്ടോ. അതിന് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, ഓയിലൊന്നും പറ്റൂല. ഇനി ഞാനതിലേക്ക് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറവിന് തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ വേണം. നമ്മൾ അരയ്ക്കാൻ എടുക്കുന്നതിൻ്റെ ഇരട്ടി തേങ്ങ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ വറവിടാനായിട്ട് എടുക്കണം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ തേങ്ങ അരയ്ക്കാനെടുത്തുകൊണ്ട് 10 ടേബിൾ സ്പൂൺ തേങ്ങയാണ് വറവിടാനായിട്ട് എടുത്തത്. അത് നല്ലോണം ഒന്ന് ചോപ്പിച്ച് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി നമുക്ക് ഈ തേങ്ങയുടെ കൂടെ ഇട്ട് നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കോഴിക്കോട് സ്റ്റൈലിലുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.